നമസ്കാരം. ജനഹിതം 24x7 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഓരോ മലയാളി വീടിനെയും ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ കറണ്ട് പോയാൽ പിന്നെ അത് എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ KSEB ഓഫീസിൽ നിന്ന് പോലും കൃത്യമായ മറുപടി കിട്ടാറില്ല. എന്നാൽ ഇനി ആ കളി നടപ്പില്ല. 2026 വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിയമങ്ങൾ ഘടിപ്പിച്ചിരിക്കുകയാണ്. കറണ്ട് വരാൻ വൈകിയാൽ KSEB ഉപഭോക്താവിന് 100 രൂപ മുതൽ നഷ്ടപരിഹാരം നൽകണം. ഇത് വെറും വാക്കല്ല, പത്രങ്ങളിൽ വന്ന ഔദ്യോഗിക വാർത്തയാണ്. ഈ പണം എങ്ങനെ നിങ്ങളുടെ കയ്യിലെത്തും? എപ്പോഴൊക്കെയാണ് നിങ്ങൾ പരാതിപ്പെടേണ്ടത്? ഇതിന്റെ പിന്നിലെ നിയമങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനായി കാണുക, കാരണം ഇത് നമ്മുടെ അവകാശമാണ്. നമ്മളെല്ലാവരും മാസാവസാനം കറണ്ട് ബില്ല് കൃത്യമായി അടയ്ക്കുന്നവരാണ്. ഒരു ദിവസം വൈകിയാൽ KSEB ഫൈൻ അടപ്പിക്കും, അല്ലെങ്കിൽ ഫ്യൂസ് വരും. എന്നാൽ KSEBയുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയുണ്ടായാലോ? അവിടെയാണ് പുതിയ നിയമ ഭേദഗതി പ്രസക്തമാകുന്നത്. നേരത്തെ നഷ്ടപരിഹാരം വെറും 25 രൂപയായിരുന്നു. അതാരും ചോദിക്കാനും പോകാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 8 ഇരട്ടി വരെ വർദ്ധിപ്പിച്ച് 100 രൂപ മുതൽ 200 രൂപ വരെയാക്കി മാറ്റിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നഷ്ടപരിഹാരം കിട്ടാൻ നിങ്ങൾ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടതില്ല എന്നതാണ്. ഉപഭോക്താവ് അപേക്ഷിക്കാതെ തന്നെ ബില്ലിൽ ഈ തുകക്കുറവ് ചെയ്യണം എന്നാണ് പുതിയ ഉത്തരവ്. ഇനി ഓരോ സേവനത്തിനും എത്ര സമയം KSEB എടുക്കാമെന്ന് നോക്കാം. നഗരപ്രദേശങ്ങളിൽ കറണ്ട് പോയാൽ 4 മണിക്കൂറിനുള്ളിൽ അത് വന്നിരിക്കണം. ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ ഇത് 6 മണിക്കൂറാണ്. കുന്നുമലയിൽ നിറഞ്ഞ ഉൾപ്രദേശങ്ങളിൽ 12 മണിക്കൂർ വരെ സമയം നൽകിയിട്ടുണ്ട്. എന്നാൽ ട്രാൻസ്ഫോമർ തകരാറാണെങ്കിൽ നഗരത്തിൽ 18 മണിക്കൂറും ഗ്രാമത്തിൽ 24 മണിക്കൂറും മലയോര മേഖലയിൽ 36 മണിക്കൂറുമാണ് അനുവദനീയമായ സമയം. ഈ പറഞ്ഞ സമയപരിധി കഴിഞ്ഞും കറണ്ട് വന്നില്ലെങ്കിൽ വൈകുന്ന ഓരോ മണിക്കൂറിനും KSEB നിങ്ങൾക്ക് 100 രൂപ നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരാണ്. അടുത്തത് വോൾട്ടേജ് പ്രശ്നമാണ്. പല വീടുകളിലും വോൾട്ടേജ് കുറയുന്നത് കാരണം ഫ്രിഡ്ജും AC-യും ഒന്നും പ്രവർത്തിക്കാത്ത അവസ്ഥയുണ്ട്. വോൾട്ടേജ് കുറവാണെന്ന് പരാതിപ്പെട്ടാൽ അത് പരിഹരിക്കാൻ KSEBക്ക് നിശ്ചിത സമയമുണ്ട്. ഈ പരാതികൾ പരിഹരിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരം 200 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ വീട്ടിലെ മീറ്റർ കംപ്ലൈന്റ് ആണെന്ന് പരാതിപ്പെട്ടാൽ 3 ദിവസത്തിനുള്ളിൽ അത് പരിശോധിക്കണം. മീറ്റർ മാറ്റി സ്ഥാപിക്കാൻ 5 ദിവസം മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ വീഴ്ച വരുത്തിയാലും നിങ്ങൾ പണം ചോദിക്കണം. മുൻകൂട്ടി അറിയിക്കാതെ കറണ്ട് കട്ട് ചെയ്യുന്ന രീതി ഇനി നടപ്പില്ല. അറ്റകുറ്റപ്പണികൾക്കായി കറണ്ട് നിർത്തുന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ മുമ്പ് തന്നെ ഉപയോക്താക്കളെ അറിയിക്കണം. ഇങ്ങനെ അറിയിപ്പ് നൽകാതെ 10 മണിക്കൂറിൽ കൂടുതൽ വൈദ്യുതി തടസ്സപ്പെട്ടാൽ അതും നിയമലംഘനമാണ്. പുതിയ കണക്ഷനുകൾ എടുക്കുന്ന കാര്യത്തിലും കർശന നിർദ്ദേശങ്ങളുണ്ട്. അപേക്ഷ നൽകി പണമടച്ചാൽ നഗരങ്ങളിൽ 3 ദിവസത്തിനുള്ളിലും ഗ്രാമങ്ങളിൽ 7 ദിവസത്തിനുള്ളിലും പുതിയ കണക്ഷൻ നൽകിയിരിക്കണം. ഇത് 1 മാസത്തിലധികം താമസിച്ചാൽ ഓരോ ദിവസത്തിനും KSEB പിഴ നൽകേണ്ടി വരും. പലർക്കുമുള്ള ഒരു പേടിയാണ്, KSEBക്കെതിരെ പരാതിപ്പെട്ടാൽ അത് ഭാവിയിൽ പ്രശ്നമാകുമോ എന്നത്. ഒരിക്കലുമില്ല. ഇതൊരു ഉപഭോക്തൃ അവകാശമാണ്. കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഒരു ഓൺലൈൻ പോർട്ടൽ വഴി ഓരോ പരാതിയുടെയും തൽസ്ഥിതി ഉപഭോക്താവിന് അറിയാൻ സാധിക്കണം എന്നാണ്. അതായത് നിങ്ങളുടെ പരാതിയിൽ എന്ത് നടപടിയെടുത്തു, എത്ര രൂപ നിങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കും എന്നൊക്കെ ഈ പോർട്ടൽ വഴി അറിയാം. ഡീസൽ ജനറേറ്ററുകൾക്ക് പകരം വലിയ ബാറ്ററികൾ ഉപയോഗിച്ചുള്ള ഊർജ്ജ കരുതൽ സംവിധാനവും KSEB ഉപയോഗപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. ഇനി എങ്ങനെയാണ് ഒരു പരാതി കൃത്യമായി നൽകേണ്ടതെന്ന് ശ്രദ്ധിക്കുക. കറണ്ട് പോയാൽ ഉടൻ തന്നെ 1912 എന്ന നമ്പറിലേക്ക് വിളിച്ച് പരാതി രജിസ്റ്റർ ചെയ്യുക. അല്ലെങ്കിൽ KSEBയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ പരാതി നൽകാം. പരാതി നൽകുമ്പോൾ കിട്ടുന്ന രജിസ്ട്രേഷൻ നമ്പർ കുറിച്ചു വയ്ക്കുക. കാരണം സമയം കണക്കാക്കുന്നത് ഈ പരാതി നൽകുന്ന നിമിഷം മുതലാണ്. നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഉറപ്പാണെങ്കിൽ ഈ തുക അടുത്ത ബില്ലിൽ കുറച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. കുറച്ചിട്ടില്ലെങ്കിൽ സെഷൻ ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ കണ്ട് രേഖാമൂലം പരാതി നൽകാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, പ്രകൃതിക്ഷോഭങ്ങൾ, അതായത് വലിയ കാറ്റ്, മഴ, മരം വീഴുന്നത് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് കറണ്ട് പോയാൽ ഈ നിയമം ബാധകമല്ല. KSEBയുടെ സാങ്കേതിക തകരാറുകൾക്കും ജോലിക്കാരുടെ അനാസ്ഥയ്ക്കും മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കൂ. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ഇതൊരു വലിയ ആശ്വാസമാണ്. നിയമങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കവ ചോദിച്ചു വാങ്ങാൻ കഴിയൂ. അതുകൊണ്ട് ഈ മാറ്റങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് പുതിയ വൈദ്യുതി നിയമങ്ങളെ കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. കറണ്ട് ബില്ല് വർധനവിനിടയിൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന വലിയൊരു ആശ്വാസമാണിത്. അനാവശ്യമായി സമയം വൈകിപ്പിക്കാൻ ഇനി ഉദ്യോഗസ്ഥർക്ക് കഴിയില്ല. നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ഇത്തരത്തിൽ നീണ്ടു നിൽക്കുന്ന വൈദ്യുതി തടസ്സമുണ്ടെങ്കിൽ തീർച്ചയായും പരാതിപ്പെടുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമന്റ് ചെയ്യാം. നന്ദി.